ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചടങ്ങ് തീർന്നിട്ടില്ലാന്ന്. എന്നതേ ചടങ്ങിപ്പോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ചേച്ചി ഇവിടെ മാറി നിൽക്കാണോ? എല്ലാവരും അർച്ചനേട്ടത്തേക്ക് മധുരം കൊടുത്തു. ചേച്ചി മാത്രം ചടങ്ങ് തെറ്റിക്കുന്നത് ശരിയല്ല. വാ ഇങ്ങോട്ട്. മടിക്കണ്ട അവന്തിയെ. നാളെ ഈ ചടങ്ങുകൾ അവന്തിയേക്ക് ഞങ്ങളും ചെയ്യേണ്ടതല്ലേ? ആ മധുരം എടുത്ത് അച്ഛന് കൊടുക്ക്. ഇതിനകത്ത് വിഷമില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ നിങ്ങൾ തന്നത് ഞാൻ വാങ്ങി കഴിക്കുന്നത്. ഇല്ലെങ്കിൽ സ്നേഹയുടെ അവസ്ഥ ചിലപ്പോൾ എനിക്ക് വന്നാലോ. ഇപ്പൊ കണ്ടില്ലേ, ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നടക്കേണ്ടത് നടക്കും. ചടങ്ങ് തീർന്നില്ലല്ലോ. നിന്റെ കാര്യത്തിൽ എന്ത് ചടങ്ങ് നടന്നാലും കുടുംബത്തിലൊരു അപകടം പതിവാ. ഇന്നതില്ലാതിരുന്നാ മതിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അച്ഛാ, എല്ലാരും മധുരം കൊടുത്തു. സേതുവേട്ടാ, അച്ഛനെ വിഷമിപ്പിക്കരുത്. മാഷ് പോലും സ്ഥലത്തില്ലാത്ത സമയ. യാത്ര കഴിഞ്ഞ് മടങ്ങി വരാൻ ഇനി 1 മാസം എടുക്കും. അവക്ക് അച്ഛന്റെ സ്ഥാനത്തിപ്പോ സേതുവേട്ടനേ ഉള്ളൂ. ഒരിത്തിരി മധുരം സേതുവേട്ടനെ കൈകൊണ്ട് അവക്ക് കൊടുക്കണം. അച്ഛനെ നിരാശപ്പെടുത്തരുത്. പോലീസാണല്ലോ. നേരത്തെ പറഞ്ഞില്ലേ ചടങ്ങ് തീർന്നിട്ടില്ലാന്ന്. എന്നതേ ചടങ്ങിപ്പോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആശുപത്രിയിൽ ഒരു തൊഴിലാളി കൂടി മരിച്ചു. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു. സർ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുക. നിങ്ങൾക്ക് ആഘോഷിക്കണം അല്ലേ?
പാവപ്പെട്ട തൊഴിലാളികൾ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? ഒരു സാമാന്യ മര്യാദ വേണ്ടേ സേതുമാധവൻ സാറേ? സാർ, ഈ ചടങ്ങ് നേരത്തെ തീരുമാനിച്ചതാ. അതിന് മാറ്റിവെക്കാൻ പറ്റാത്ത ഏത് ചടങ്ങാടോ ഈ ലോകത്തുള്ളത്? നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത തൊഴിലാളികളാണ് തീപിടുത്തത്തിൽ മരിച്ചത്. സർ, ഒരാൾ കൂടി മരിച്ചെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന്? നിങ്ങൾ അന്വേഷിച്ചില്ല, അതാണ് ശരി. 2 മണിക്കൂർ മുമ്പ് വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ തൊഴിലാളി മരിച്ച കാര്യം? ഇന്ന് അറസ്റ്റ് ഉണ്ടാവുമെന്നും ഇവിടം വിട്ട് പോകരുതെന്നും ഇയാളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചില കടലാസുകൾ കൂടി കിട്ടാനുണ്ടായിരുന്നു, അതാണ് ഇത്രയും ലേറ്റായത്. ഞങ്ങളിപ്പോ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. സാർ, കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതിന് അച്ഛൻ എങ്ങനെയാ ഉത്തരവാദിയാകുന്നത്? മരിച്ചവർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പേര് വേണമെങ്കിലും മരിച്ചോട്ടെന്നാണോ? പണം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാന്ന് വിചാരിക്കരുത്. ലൈസൻസ് ഇല്ലാത്ത കമ്പനിയിൽ തൊഴിലാളികളെ കൊണ്ട് നിയമവിരുദ്ധമായി ജോലി ചെയ്യിപ്പിച്ച് ആപത്ത് വരുത്തി വെച്ചതിന്റെ ഉത്തരവാദിത്വം പിന്നെ ആർക്കാണോ? പോലീസിനാണോ അതോ തൊഴിലാളികൾക്കാണോ? കമ്പനിക്ക് ലൈസൻസ് ഇല്ലെന്ന് സാറിനോട് ആരാ പറഞ്ഞു? നിയമപരമായി വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കമ്പനിക്കുണ്ട്. നോ, അതിങ്ങെടുക്കടോ. ഇതിനകത്ത് എവിടെയാടോ തന്റെ കമ്പനിയുടെ പുതുക്കിയ ലൈസൻസ്? ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. തന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സ് ആണിത്. കമ്പനിയുടെ ലൈസൻസ് പുതുക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. ലൈസൻസ് പുതുക്കാൻ ഞാൻ കമ്പനി മാനേജരെ ഏൽപ്പിച്ചിരുന്നോ? തന്റെ മാനേജർ നാട് വിട്ടു. മുങ്ങി അവനെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക. തന്റെ മാനേജറെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു വീഴ്ച വരുത്താറില്ല. ലൈസൻസ് പുതുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഞങ്ങൾ മാനേജറെ ഏൽപ്പിച്ചതാണ്. നിയമപരമായി കമ്പനിയുടെ ഉടമസ്ഥൻ നിങ്ങളാണ്.